എങ്ങനെയിരിക്കുന്നു മകൾക്ക് കുട്ടനായര്? മൗനം അങ്ങോട്ട് മാറുന്നില്ല. സാരമില്ല, കുറച്ച് ദിവസം വിശ്രമിക്കട്ടെ. ഇന്ന് പോയാ പിന്നെ എന്നാണാവോ തിരിച്ച് ഇങ്ങോട്ട്? അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റിയില്ല. കാറ് റെഡിയായോ? കാർ ഇറക്കി. അപ്പോ എന്റെ മകന്റെ കാര്യം? ആ കാര്യം ഞാൻ മറന്നുപോയല്ലോ. ഈ ടൈപ്പ് റൈറ്റിംഗ് എല്ലാം പാസ്സായതല്ലേ? അതെ സർ. നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. ഞാൻ സൂപ്രണ്ടോട് പറയാം. സാവിത്രി, ഗോരോത്തിയായുള്ള അഭിനയം കണ്ട് എല്ലാവരും കരഞ്ഞുപോയി മോളെ. ഹിന്ദു ആണെന്ന് പറഞ്ഞ് ഗോരോത്തിയായി അഭിനയിപ്പിക്കാൻ ഞാൻ ആദ്യം വിസമ്മതിച്ചതാണ്. വിശുദ്ധ ഗോരോത്തി എനിക്ക് മാപ്പ് തരട്ടെ. ഗോരോത്തിയെ പോലെ ജീവിക്കണം മോളെ. 14 കുത്തേറ്റിട്ടും മാനം കാത്തവളാണ് ഗോരോത്തി. അന്യപുരുഷൻ നിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇടയാക്കരുത്. മിശിഹായാണ് നമ്മുടെ യഥാർത്ഥ മണവാളൻ. ഹലോ. രണ്ടാമത്തെ ഫ്ലൈറ്റോ? അത് ശരി. ഇല്ലില്ല, എന്ന് മടങ്ങി വരുമെന്ന് പറയാൻ പറ്റില്ല. അതെ അതെ അതെ. താങ്ക് യു. യാത്ര ഉറപ്പിച്ചല്ലേ? അതെ ചേച്ചി, അടുത്ത വെള്ളിയാഴ്ച സിംഗപ്പൂരിൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണം. ചേച്ചിക്ക് എന്താ ഒരു വിഷമം? കുറെ ദിവസം ഒറ്റയ്ക്കാകുന്നതുകൊണ്ടാണോ? അങ്ങനൊരു വിചാരം നിനക്കിതേവരെ തോന്നിയിട്ടേ ഇല്ലല്ലോ. അല്ലെങ്കിൽ എത്രയോ മുമ്പ് ഈ വീടിന്റെ ചുമതല മറ്റാരെങ്കിലും എനിക്ക് ഏൽപ്പിക്കാമായിരുന്നു. അത് ശരി. സാരമില്ല ചേച്ചി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. ഹലോ. പിള്ള. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാളത്തെ സെക്കൻഡ് ഫ്ലൈറ്റിന്. ചങ്ങനാശ്ശേരി എക്സ്കർഷന് പോകുമ്പോൾ നീയും കൂടെ വരണം. അച്ഛനോട് ചോദിക്കട്ടെ. നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല. ശരി, വരൂ. ചെറിയൊരു കാര്യം, നിങ്ങൾ വെക്കും. എന്നോട് ഇത്ര പരിഭവം തോന്നുവോ? ഞാൻ എന്ത് ചെയ്തു? ഗോരോത്തി എന്നോട് അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോയാലോ? എന്ത് വേണം നിങ്ങൾക്ക്? അത് പറയാൻ എനിക്കൊരു സൗകര്യം കൊടുക്ക്. നോക്കൂ ബാബു, എന്നെ ഇങ്ങനെ ശല്യം ചെയ്താലുണ്ടല്ലോ, ഞാൻ മദറിനോട് പറയും, എന്റെ അച്ഛനോട് പറയും, എല്ലാരോടും പറയും. കുറെ കാലമായിട്ട് മുതലാളി ഇങ്ങോട്ട് വരാത്തത് കാരണം ബംഗ്ലാവ് തൊഴുത്തുപോലായി. അദ്ദേഹമാണെങ്കിൽ വലിയ വൃത്തിക്കാരനാ. നീ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്ക്. അടുത്ത ആഴ്ച അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ കേട്ടെ. ഇങ്ങനെ അത്ര ആഴ്ചയായി. എടി പെണ്ണുമ്പിള്ളേ, നിനക്കറിയാമോ അദ്ദേഹത്തിന്റെ ബഹുവിധമായ യാത്രാ പരിപാടികള്? 6 മാസം മലയാ സിംഗപ്പൂർ ടൂറാ. എന്തായി ടൂറ്? അയ്യോ എന്റെ ദൈവമേ, ഇതിന് ഇംഗ്ലീഷും അറിയാമല്ലോ. എടി, ടൂറെന്ന് വെച്ചാൽ യാത്രാ പരിപാടി. ഇന്നിപ്പോ സിംഗപ്പൂരിലെന്ന് വെച്ചാൽ നാളെ സിംഗപ്പൂരിൽ നിന്ന് ആഫ്രിക്ക, മറ്റന്നാൾ ആഫ്രിക്ക, ഇന്ന് മലയാ, അതിന്റെ പിറ്റേന്ന് മലയിൽ നിന്ന് നേരെ ബോംബാ. ഏതായാലും 1.5 കൊല്ലമായി അദ്ദേഹത്തിനെ കണ്ടിട്ട്. ഉടനെ വരുന്നുണ്ട്. അയ്യോ, പെണ്ണ് തനിച്ചേ ഉള്ളു വീട്ടില്. നീ അങ്ങോട്ട് ചെല്ലേ, ഞാൻ ചന്തമുക്ക് വരെ പോയച്ചു വരാം. ഇന്ന് കള്ളയാനം കുടിച്ചോണ്ട് വന്നാല് ഞാൻ കഥവ് തുറന്നു തരത്തില്ല, പറഞ്ഞേക്കാം. അയ്യോ പിന്നെ എന്നാ നമുക്കൊന്ന് കാണാം. നീ ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തോ? അയ്യോ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. എടീ മേഴ്സി, ഇതെന്നാ പാഴത്തമാടിയത്? നിനക്ക് പ്രാർത്ഥിക്കണമെങ്കിലേ അങ്ങനെ നിങ്ങളുടെ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. മെഡിറ്റേഷൻ ആണമ്മേ. ഇവിടെ മെഡിറ്റേഷനും വേണ്ട, റെയിൽവേ സ്റ്റേഷനും വേണ്ട. അവൾ 10 നാമം ജപിച്ചാ മതി. മേഴ്സി, നീ അമ്മ പറഞ്ഞൊന്നും കൂട്ടാക്കണ്ട. നാളെയും വരണം കേട്ടോ. വലിച്ചുവിടെ. നിൽക്കുമ്പോ ഇരിക്കാൻ തോന്നും, ഇരിക്കുമ്പോ കിടക്കാൻ തോന്നും. എന്നിട്ട് എന്തെല്ലാം കഴിച്ചാലും ശരീരത്തിന് ഒന്നും കാണുന്നില്ല. രോഗവിവരങ്ങൾ ശരിയായിട്ട് പറയണം. ഇരിക്കുമ്പോൾ ശയിക്കണമെന്ന് തോന്നും, ശയിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്തോന്നില്ലേ?
ദിവസം 3 നേരമായിട്ട് കഴിക്കണം. ആഹാരത്തിന് മുൻപ് രാവിലെ, പിൻപ് ഉച്ചയ്ക്ക്, മുമ്പ് രാത്രി. കേട്ടോ? ഒരു ഗുളിയോടെ തരാം. അത് ദിവസം 3 നേരമായിട്ട് കഴിക്കണം. എവിടെ അടപ്പ്? ഒരു ഗുളികയേ ഉള്ളൂ. രാവിലെ കഴിച്ചിട്ട് കഴി വെച്ചേ, പിന്നെ കഴിച്ചിട്ട് കഴി വെച്ചേ, രാത്രി കഴി. 3 രൂപ. അമ്പുജാക്ഷി അമ്മയോ? എന്റെ പേര് അമ്പുജാക്ഷി എന്നല്ല, കമലാക്ഷി അമ്മയെന്നാ. കമലം, അംബുജം, നീരജം, പങ്കജം ഇതെല്ലാം താമരയുടെ ഓരോ പര്യായപദങ്ങളാ. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ സാറേ, ഇതിനു മുമ്പ് പുക്കിടിന് ചുറ്റുമേ കുത്തിപ്പറിക്കലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്റെ അടിവയറ്റിൽ മുഴുവൻ അങ്ങ് വേദന. അയ്യോ, അപ്പൊ വിശദമായ ഒരു പരിശോധന വേണമല്ലോ. അയ്യോ, എന്താ ഡോക്ടർ സാർ പരിശോധിക്കുന്ന കുടലിൽ എത്രയും നീളം? അതെ, ഇപ്പൊ പുതിയതായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ചില ഡോക്ടർമാർ വന്നിട്ടുണ്ട്. അവരുടെ സ്റ്റെതസ്കോപ്പിന് ഇത്രയും നീളം കാണുള്ളൂ. അതെന്താണെന്ന് അറിയാമോ? ഈ സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാലേ ഇങ്ങനെ വളരെ അടുത്ത് പരിശോധിക്കാൻ വേണ്ടിയാ. പക്ഷെ ഞങ്ങള് പഴയ ഡോക്ടർമാരാണ്, ആഖ്യന്മാരാണ്. സ്ത്രീകളെ വളരെ ദൂരെ നിർത്തിയെ പരിശോധിപ്പിക്കും. കൊണ്ടുപോണം, കൊണ്ടുപോ. ഓ, നീം നീം. നെഞ്ചിൽ വയ്ക്ക്, താഴോട്ട്, പുറത്ത്, വീണ്ടും നെഞ്ചില്, താഴോട്ട്, വയറ്റില്. അവിടെ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഒരു കുത്തിവയ്പ് തന്നെ വേണ്ടിയിരിക്കുന്നു കേട്ടോ. വിഷമിക്കണ്ട, പതുക്കെ. ഡോക്ടർ സാർ, ഈ മരുന്ന് ആഹാരത്തിന് മുൻപാ പിൻപാ? ആഹാരത്തിന്റെ മുമ്പിൽ വെച്ചല്ലാതെ പിമ്പി വെച്ചാണ് കഴിക്കുന്നത്. നിങ്ങൾ ആഹാരം കഴിക്കണമെന്നില്ല, നിങ്ങളുടെ സൂക്കേട് കേടാവണമെന്നില്ല കേട്ടോ. ഒരു സംശയം ചോദിക്കാൻ കണ്ട സമയം. ഇത് ചായക്കട ചായ അടിക്കുന്ന പോലെ ഇരിക്കുന്നല്ലോ സാറേ. അമ്പുജാക്ഷി, കമലാക്ഷി. കമലാക്ഷി, ചങ്കിക്കൊള്ളുന്ന രീതിയിലുള്ള വർത്തമാനമൊന്നും പറയരുത്. തൽക്കാലം മരുന്നുണ്ട്. കാശൊന്നും വേണ്ട, ഫ്രീ. ഇതെടുക്കാൻ മറന്നുപോയി. അയ്യോ, എപ്പോഴാ? വരട്ടെ.